നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബുദ്ധപൂർണിമയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ മാസം മെയ് 23 ബുദ്ധപൂർണിമ. ബുദ്ധപൂർണിമ എന്ന് വച്ചാൽ വൈശാഖ മാസത്തിലെ പൗർണമി ദിനം. അന്നാണ് ബുദ്ധഭഗവാന്റെ ജന്മദിനമായി കണക്കാക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ ദിവസവും അന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മരണവും ഇതേ സെയിം ഡേയിൽ തന്നെയാണ് സംഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. സോ ത്രൈസ് ബ്ലെസ്ഡ് ഫെസ്റ്റിവൽ എന്നാണ് ഈ ഒരു ദിവസം അറിയപ്പെടുന്നത്. ഈ 3 കാര്യങ്ങളും വൈശാഖ മാസത്തിലെ പൗർണമി നാളിലാണ് സംഭവിക്കുന്നത്. പൗർണമിയിലായതുകൊണ്ടാണ് സംസ്കൃതത്തിലെ പൗർണമിയെ പൂർണിമ എന്ന് അറിയപ്പെടുന്നു. അതുകൊണ്ടാണ് ബുദ്ധപൂർണിമ എന്ന ഈ ദിവസം അറിയപ്പെടുന്നത്. സോ സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകൾ അവർ കൽപ്പിക്കുന്നുണ്ട്. വ്രതാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ഹീലിംഗ്, മെഡിറ്റേഷൻ തുടങ്ങി ഒരുപാട് സ്പിരിച്വൽ വർക്കുകൾ ഈ ഒരു ദിവസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. സോ അന്ന് ഫുൾ മൂൺ ഡേ ആയതുകൊണ്ട് നമ്മുടെ എനർജിയിൽ ഇൻബാലൻസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. സോ ആ ഒരു ദിവസം പ്രത്യേകിച്ച് ബുദ്ധപൂർണിമ കൂടി ആയതുകൊണ്ട് എല്ലാവരും പറ്റുന്നത്ര, അതായത് ഈ സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക, നന്നായിട്ട് ഗ്രൗണ്ടിങ് കൊടുക്കുക. പിന്നെ ഇതൊരു വ്രതാനുഷ്ഠാനമായിട്ട് കരുതുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റുന്നത്ര ചെയ്യുന്നത് നല്ലതാണ്. കാരണം ആ ഒരു ദിവസം ഈ പറഞ്ഞതുപോലെ ബുദ്ധഭഗവാന്റെ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ നോൺ വെജ് ഐറ്റംസൊക്കെ അന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ഒഴിവാക്കാം, നല്ലതാണത്. ഒരു ദിവസത്തേക്ക് ഇതൊക്കെ ഒഴിവാക്കി വെച്ച് പൂർണ്ണമായും ശരിക്കും ഒരു ദൈവികമായ ഒരു ദിവസമായി കണ്ടുകൊണ്ട് അത്രയും സ്പിരിച്വലായി എല്ലാവിധ ബ്ലെസ്സിങ്സും നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷനും സെൽഫ് ഹീലിംഗ്, റേക്കിയൊക്കെ പഠിച്ച ആളുകളാണെങ്കിൽ സെൽഫ് ഹീലിംഗൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ചക്രങ്ങളുടെ ഹീലിംഗ്, അതായത് ബീജമന്ത്രമൊക്കെ ജപിക്കുന്ന ആളുകളാണെങ്കിൽ അന്നത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതൊക്കെ വളരെ നല്ലതാണ്. കംപ്ലീറ്റ് ക്ലെൻസിങ് ചെയ്യാൻ പറ്റിയൊരു ദിവസമാണ്. രണ്ടും കൂടി ആയതുകൊണ്ട്, അതായത് ബുദ്ധപൂർണിമ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടിയുള്ള ദിവസമാണ്. സോ ഫുൾ മൂണിന് നമ്മൾ സാധാരണ എനർജൈസ് ചെയ്യുന്നൊരു ദിവസമാണ്. അതിൻ്റെ കൂടെ ഈ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ആയതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. നന്നായിട്ട് ഗ്രൗണ്ടിങ് കൊടുക്കണം, നന്നായി വെള്ളം കുടിക്കണം. അതുപോലെ പറ്റുമെങ്കിൽ നോൺ വെജ് ഐറ്റംസൊക്കെ ഒന്ന് ഒഴിവാക്കുക. ആ ഒരു ദിവസത്തേക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹീലിംഗ് അറിയുന്ന ആളുകളാണെങ്കിൽ, റേക്കിയൊക്കെ പഠിച്ച ആളുകളാണെങ്കിൽ സെൽഫ് ഹീലിംഗ് ഒക്കെ ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. ഇനി എല്ലാ ഫുൾ മൂണിനും ന്യൂ മൂണിനും ഞാൻ പറയാറുള്ളതാണ്, നിങ്ങൾക്ക് ചക്രാസ് എനർജൈസ് ചെയ്ത് തരുന്നുണ്ട്, റേക്കി ചെയ്ത് തരുന്നുണ്ട്. ചക്രാസൊക്കെ ബാലൻസ് ചെയ്ത് തരുന്ന ഹീലിംഗ് കൊടുക്കുന്നതാണ്. പക്ഷേ ഇന്ന്, അതായത് ഈ മെയ് 23 ബുദ്ധപൂർണിമ ആയതുകൊണ്ടും ബുദ്ധഭഗവാന്റെ അനുഗ്രഹത്താലാണ് റേക്കിയൊക്കെ നമ്മളിലേക്കൊക്കെ എത്തുന്നത്. സോ ആ ഒരു ദിവസത്തിന് അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ട് നിങ്ങളിലേക്ക് ഞാനും ഒരു ബ്ലെസ്സിങ് തരാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ളവർക്ക് ആ ദിവസം റേക്കി ഹീലിംഗ് എടുക്കാം. മണി റേക്കി അല്ല, റേക്കി ഹീലിംഗ് ആണ്. എല്ലാ ചക്രാസും ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്യുന്നൊരു ഹീലിംഗ് സെഷനാണ്. സോ അതിന് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ മെയിൽ അയക്കാം. വളരെ ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം, ഇതൊരു ഗ്രൂപ്പ് ഹീലിംഗ് ആണ്, ആ ഒരു ദിവസം രാത്രി 10 മണിക്ക് എല്ലാവർക്കും കൂടി ഒരൊറ്റ സമയം വയ്ക്കുന്നുള്ളൂ. രാത്രി 10 മണിക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മാക്സിമം ഒരു ഹാഫ് ആൻ അവറേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ മെഡിറ്റേഷനോട് കൂടിയിട്ടാണ് ഹീലിംഗ് ചെയ്യുന്നത്. അതിന് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. ചെറിയൊരു പേയ്മെൻറ്റ് മാത്രമേ വാങ്ങുന്നുള്ളൂ, 222. സോ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മെയിൽ അയച്ചാൽ മതി. ഇനി എൻ്റെ നമ്പർ കയ്യിലുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, അത്രയേ വേണ്ടുള്ളൂ. സോ മെയ് 23 രാത്രി 10 മണിക്കാണ് ബുദ്ധപൂർണിമയുടെ സ്പെഷ്യൽ ഹീലിംഗ് കൊടുക്കുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് അതിന് ജോയിൻ ചെയ്യാം. അന്നത്തെ ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു ദിവസത്തിൻ്റെ എല്ലാവിധ പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട്
ഈ ഹീലിംഗ് മാക്സിമം ആളുകൾ ഏറ്റെടുക്കാൻ നോക്കുക. കാരണം ഒരൊറ്റ ദിവസത്തെ ഹീലിംഗ് ആണ്. നിങ്ങൾക്കത് നെക്സ്റ്റ് ഫുൾ മൂൺ വരെ ഈ ഒരു എനർജി നിങ്ങളിൽ നിലനിൽക്കുന്നതായിരിക്കും. സോ എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ നന്മയും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.